മോളെ സൂരജ് സോന മോളെ സൂരജ് മോനെ സോന മോളെ സൂരജ് മോനെ സോന മോളെ. ഹലോ 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 ഹലോ. എന്താ കാര്യം? അത് എന്റെ മോനെ കാണുന്നില്ലെന്ന്. എന്റെ മോളെ കാണാനില്ല. മോനെ കാണാത്തിന് ഇങ്ങോട്ട് വരാൻ ഇത് അങ്കമ്പാടി അല്ല. അത് നിങ്ങളെ പറയാൻ തന്നെ അറിയാം. എന്റെ മോനെ ഇങ്ങോട്ട് വന്നത് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വന്നത്. സ്കൂളിൽ പോയിട്ട് ഇതേവരെ വന്നില്ലെന്ന് ചെറുക്കൻ. അത് ശരി. സമയം 5 മണിയാ, ഇതുവരെ മക്കളെ കാണില്ലെന്നേ. എത്ര മണിക്കാ മോനെ കാണാണ്ടായ? രാവിലെ 10 മണിക്ക്. 10 മണിക്ക്. എന്നിട്ട് ഈ വൈകിട്ട് 5 മണി വരെ നിങ്ങൾ എന്തോ എടുത്ത്? അയ്യോ ഈ പറയുന്ന കേട്ടില്ലോ. ഇതാ ഇദ്ദേഹം വന്നെ അടുത്ത് പറഞ്ഞോണ്ടേ ഞാൻ നേരെ നമ്മ കുഞ്ഞല്ലേ ഏറ്റവും വലുത്. മോനെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ നേരെ നലമാര തുറന്നു നോക്കിയപ്പോ എന്റെ പട്ടുസാരി കാണുന്നില്ല. ഞാൻ പറഞ്ഞു പട്ടുസാരി വീട് ഒരു ചുരിദാർ എടുത്തിട്ടാ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇത് പറയുന്ന കേട്ട് ഞാൻ നേരത്തെ ചുരിദാറും എടുത്തിട്ട് നോക്കിയപ്പോഴത്തേനാണ് മുഖത്തിരുന്ന ലിപ്സ്റ്റിക് ഇല്ല, ചാന്തില്ല, പൊട്ടില്ല, പൗഡർ ഇല്ല. അപ്പൊ ഞാൻ ഇതില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അപ്പുറത്തെ രമന്റെ വീട്ടിൽ പോയി ലിപ്സ്റ്റിക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ അവിടെ രമണിയുടെ വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിക്കകത്ത് മാത്രം ഇച്ചിരി ലിപ്സ്റ്റിക് ഇരിക്കുന്നു. അത് തൊട്ട് നേരെ എന്റെ ചുണ്ടേ തേച്ചോണ്ട് ഞാൻ പോരുന്നു. എന്താ ലിപ്സ്റ്റിക്. അയ്യേ ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്. ഇനി അതോടെ പറഞ്ഞിട്ടാണ് ഇത് കിടക്കുന്ന അവിടെ ഇല്ലാതായി പോവാൻ. സമയം 5 മണിയായി. ഇതേവരെ കൊച്ചിനെ കണ്ടിട്ടില്ല, വിഷമം വരത്തില്ല. ഇന്ന് അവനെ എന്റെ കയ്യിൽ കിട്ടിയ കാലെ പിടിച്ച നിലത്തടിക്കുന്നു. അവളെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അരിയോളെ രണ്ടിടത്ത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ദേഷിച്ചിട്ടാണ് പിള്ളേരെ വിളിക്കുന്നത്? പിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നാലേ അവര് വരുള്ളൂ. എങ്ങനെ സ്നേഹത്തിൽ വിളിക്കണം? സ്നേഹത്തോടെ വിളിക്കുന്നേ? ഒരു കാര്യം ചെയ്യും, സ്നേഹത്തോടെ വിളിക്കാം. എങ്ങനെ വിളിക്കുന്നു ഞാൻ പറയണത്? ഒരു ഒറ്റ മോളാ. ഒരു മോള് നഷ്ടപ്പെട്ടവന്റെ ബാധ മനസ്സിലാവില്ല. സുഹൃത്തെ, നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കൂ, കുട്ടികൾ വരും. ഞാൻ സ്നേഹത്തോടെ വിളിക്കാം. കുഴപ്പമില്ല. സൂരജ് മോനെ സോന മോളെ സൂരജ് മോനെ സോന മോളെ സൂരജ് സോനയ്യേ സൂരജ് സോനയ്യേ സൂരജ് മോനെ സോന മോളെ സൂരജ് മോനെ സോന മോളെ സൂരജ് സോനയ്യേ സൂരജ് സോനയ്യേ സൂരജ് മോനെ സോന സോന മോളെ കണ്ണുകുത്തി പൊട്ടിച്ചാലോ? അതെ, ഞാൻ ഇവിടെ സക്കൂറ്റ. പിന്നെ നിങ്ങക്ക് സ്ഥലം മാറിപ്പോയി. സ്ഥലം മാറിപ്പോയോ? ആ, എന്തോ സ്ഥലം മാറിപ്പോയി. ചരണം വിളിച്ച് ഇതിനകത്തോട്ട് വന്നു കയറാൻ. ഇത് മറ്റേ ശബരിമല അല്ലെന്ന്. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടായോ? ശബരിമല ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മക്കളെ കാണാനില്ല, സ്കൂളിൽ പോയതാണ്. ഞങ്ങൾ അന്വേഷിച്ചു വന്നാണ്. ഇതേവരെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ടില്ല പിള്ളേര്. അയ്യോ ഇത് അതിനകത്ത് ഇങ്ങോട്ട് വന്ന ഇവിടെ ആരുണ്ടെന്ന് ആര് പറഞ്ഞു? ഇവിടെ ആരുണ്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ചെറുക്കൻ വീട്ടിൽ ഇരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു. നമ്മളെ എയർപോർട്ട് സിനിമ കാണഞ്ഞല്ലയോ? എയർപോർട്ടല്ല, പിന്നെ വിനയ ഫോർട്ട്. ഈ പ്രോഗ്രാം അവതാരകൻ. അങ്ങനെ അവര് ഭയങ്കര കമ്പനിയാ. അപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന കേട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ പുതിയൊരു പരിപാടി തുടങ്ങണമെന്നോ അവനെ കാണാൻ വിളിച്ചെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. ഇനി അവൻ ഇവിടെ കാണാൻ വന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ സാറിനും കൂടി നേരെ ഇങ്ങോട്ട് വന്നത്. ഓഹോ, അപ്പൊ ഇവരുടെ മോനും ഒരുമിച്ചാണല്ലോ പഠിക്കാൻ പോക്കും വരവൊക്കെ. അപ്പൊ മോളെ കാണാനില്ല. അപ്പൊ എന്തായാലും അവൾ ഇവന്റെ ഒപ്പം ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പൊ രണ്ടും ഒരുമിച്ച് പിടിക്കാതെ ഇവിടെ വന്നപ്പോഴത്തെ കക്ഷി ഇവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, കുഴപ്പമില്ല, പിള്ളേരെ കണ്ട ഞാൻ അപ്പൊ പിടിക്കും. അപ്പൊ താൻ പിള്ളേരെ പിടുത്തക്കാരനാണല്ലേ? പിള്ളേരെ പിടുത്തക്കാരൻ, ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. ആയിക്കോട്ടെ, അനാവശ്യമായിട്ട് പിള്ളേർ ഇതിനകത്ത് കയറാൻ ഞാൻ ഇപ്പൊ പിടിച്ചു ചോദിക്കും, മോനെ എന്താ കാര്യം, ആരാ കൂടെ വന്നേക്ക ഞാൻ ചോദിക്കും. അതാണ് ഞാൻ മതി. ഇനിയിപ്പോ പിള്ളേർ വന്നാൽ ഞങ്ങളുടെ പിള്ളേർ വന്നാലേ അപ്പൊ ഞാൻ വിശദമായിട്ട് ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാന്ന് പിടിച്ചു തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ 9567 93 42 35. ഓക്കെ. അപ്പൊ ഞാൻ വിളിച്ച് പറയാൻ ധൈര്യമായിട്ട് പോകും. വിളിക്കണേ മറക്കല്ലേ? ഇല്ല, ഞാൻ വിളിച്ച് പറയാൻ പിള്ളേർ വന്നാൽ എനിക്ക് അറിഞ്ഞൂടെ. അതെ, ആ പിള്ളേർ വരുവാണെങ്കിൽ ഒന്ന് നോക്കണം. ഉറപ്പായിട്ടും കേട്ടോ, അതെ, ഞാൻ ഇച്ചിരി തിരക്കാതുകൊണ്ടാണ്. തിരക്കാട്ടിലും പേടിക്കണം, ഞങ്ങൾ പോയിക്കോളാം കേട്ടോ. നേരിട്ട് പോയിട്ടോ. അവിടെ നിന്ന് കറങ്ങാൻ നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ച് പറയാൻ എന്ത് കൊള്ളയെന്ന് പറയും. കിന്നാരം പറഞ്ഞിട്ട് മിന്നാരം മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ, പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവാ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിരാവര കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ, ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ.
ഡിസൈനർ ജ്വല്ലറി മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ പിന്നെ നമ്മുടെ ഈ എപ്പിസോഡിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? എനിക്കറിയാം. അറിയോ? ഇന്നത്തെ മലയാള സിനിമയിൽ ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും നന്മയുള്ള, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ടിനി ടോം ആണ്. ലെറ്റ്സ് വെൽക്കം ടിനി ടോം. हाय हिलने नचे ता तू बड़ी नचे, हाय हिलने नचे ता तू बड़ी नचे. एक एक ठुमके पे 100 तालियां हिले जब लक मेरा हिलती है बालियां. एक एक ठुमके पे 100 तालियां हिले जब लक तेरा हिलती है बाड़ियां. 24 घंटे मुंडे रेंदे मेरे आगे पीछे. हाय हिलने नचे तू बड़ी नचे. अरे अभी तो पार्टी शुरू हुई है. 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 പുതിയ ലുക്കാണല്ലോ. ഇത് പറ്റില്ല. പുതിയ ലുക്കാണല്ലോ. എന്താ പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത വെറുതെ ഇരിക്കുമ്പോഴുള്ള ലുക്ക്. അല്ല എല്ലാവരും മറ്റേ പടത്തിനുള്ള ഗെറ്റപ്പ് അങ്ങനെയൊന്നും പറയല്ല. അല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു കേട്ടോ. അല്ല, ഒരു മീശ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ താടി വളർത്തിയിട്ട് അത് കട്ട് ചെയ്താൽ മതിയല്ല. മീശ വെച്ചോണ്ട് വരുന്ന സെക്യൂരിറ്റിക്കാരനാന്ന് പറയും ആൾക്കാർ. അത് മോശം ജോലിയൊന്നും അല്ല, പക്ഷെ ആൾക്കാർ അങ്ങനെ നമ്മുടെ ആൾക്കാർ അറിയാലേ. അപ്പൊ സെക്യൂരിറ്റിയിലാണല്ലോ ഇപ്പൊ വെറുതെ ചോദിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്. ഒരു കാര്യമില്ല. അപ്പൊ ഇതുപോലുള്ള നല്ല ലുക്കാണല്ലോ എന്നൊക്കെ പറയാം. അന്യർക്ക് പ്രവേശനമില്ല എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മുടെ സ്വന്തം ടിനിച്ചേട്ടൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ടിനിച്ചേട്ടാ, അന്യർക്ക് പ്രവേശനമില്ല, നമുക്ക് പ്രവേശനം ഉണ്ടോ? അതാണ് ആ പേര് തന്നെ പേടിയാണ്. കാരണം ആരെങ്കിലും കയറുമെന്നുള്ളത് എന്താണെന്നാല് അന്യർക്ക് പ്രവേശനം, പിന്നെ ആരും വരണ്ടെന്നുള്ളറിയാം. അപ്പൊ അന്യർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന പടത്തിന്റെ ഈ സബ്ജക്റ്റിന്റെ അടുത്ത് വന്ന് പറയും ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. 2 റൈറ്റേഴ്സാണ്, ഹരി മാടായി, ജയരാജ് മാടായി, കണ്ണൂരുകാരാണ്. അവർ വന്നിട്ട് അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. നിസ്സാര വലിയ സബ്ജക്റ്റ് ഒന്നുമില്ല, ഭയങ്കര ത്രെഡ് ഒന്നും പറയാനില്ല, നിസ്സാര സബ്ജക്റ്റാണ്. ഇപ്പോൾ ഞാനും വിനയൊക്കെ അത് പറഞ്ഞാൽ ഭയങ്കര മിസ്റ്റർ ക്ലീൻ ആണല്ലോ, ഒരു ചീത്ത പേരുമില്ല അല്ലേ, അങ്ങനെയുള്ളവരാണ് നമ്മൾ രണ്ടുപേരും. തീർച്ചയായും മലയാള സിനിമയിലെ 2 മുത്തുകളാണ് ഏറ്റവും നല്ല. പക്ഷേ ചില ആൾക്കാർ ഇപ്പം നല്ല പേരുള്ള ആൾക്കാർ ചെറിയ ഒരു തെറ്റാകാം എന്നുള്ളത് വിചാരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കും, ചില ചാറ്റിങ്ങിലായിരിക്കും പെട്ടിട്ട് മൊത്തം മാറിപ്പോകും. ഈ ചീത്തപ്പേരുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്താലും ചീത്തപ്പേരാകും. പക്ഷെ മിസ്റ്റർ ക്ലീൻ, അതൊരു വെള്ള ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു തുള്ളി അച്ചാർ വീണ ഭയങ്കര മോശമായിരിക്കില്ലേ. അപ്പൊ അത് ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിൽ സുരാജിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. സുരാജ് ഇതുവരെയും ചെയ്യാത്തതാണ്. മഹത്തായ ക്യാരക്ടർ ഒന്നുമല്ല, ഒരു വോളിബോൾ കോച്ചായിട്ടാണ്. എപ്പോഴും കോച്ച് ചെയ്യും, പക്ഷെ പെൺകുട്ടികളെ മാത്രമേ കോച്ച് ചെയ്യുള്ളൂ. വിമൻസ് കോളേജിൽ പോയിട്ട് പെൺകുട്ടികൾക്ക് കോച്ച് കൊടുക്കുന്നത്. പിന്നെ ശ്രീജിത്ത് രവിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് കൊട്ടേഷൻകാരനാണ്. ലുക്കിൽ മാത്രമേ ഉള്ളൂ, പുള്ളിക്ക് അങ്ങനെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് ഈ തൊഴിൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾ നിർദ്ദേശിച്ചിട്ട് പുള്ളി അതിലേക്ക് പോകുന്നതാണ്. പക്ഷെ കൂടെ നിർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബംഗാളികളെ കൂടെ നിർത്താണ് പുള്ളി. അതാകുമ്പോൾ ഡെയിലി പേയ്മെന്റ് കൊടുത്താൽ മതി. വെറുതെ വന്ന് നിന്നാൽ ഭയങ്കര ലുക്കായിരിക്കും അവർക്ക്. അപ്പോൾ അത് തുറക്കില്ല, തുറന്നാൽ മറ്റേ ഇന്ത്യ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 3 ക്യാരക്ടേഴ്സ് 3 സ്ഥലത്തൂടെ പോകുന്നു, അത് ഒരു സ്ഥലത്ത് വന്ന് ഒന്നിക്കുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു കഥ. പക്ഷേ അത് കറക്റ്റ് സ്ക്രീനിൽ പറഞ്ഞതുപോലെ തന്നെ വരികയാണെങ്കിൽ അത് വിജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ വേറൊരു റിസ്ക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പാട്ട് പാടാൻ പറഞ്ഞു, കാശും തരൂല എന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിലല്ലല്ലോ ആദ്യമായിട്ട് ചേട്ടാ മംഗ്ലീഷിൽ നമ്മൾ ഒരുമിച്ച് സിനിമയിലാണ്. അത് ഇതുപോലെ തന്നെ മമ്മൂക്ക എടുത്ത് പാടി ഡാൻസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ മമ്മൂക്ക പറഞ്ഞ് ആ റിസ്ക് അവനെടുത്തോട്ടെ, എന്നെ ഏൽപ്പിച്ചു തന്നു മമ്മൂക്ക. ഞാൻ ഡാൻസ് ചെയ്തിട്ട് പിന്നെ പ്രഭുദേവ പിന്നിലാവണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹം, അത് ദുൽഖർ ഞാനും കൂടിയാണ് അതിൽ, ഗോപി സുന്ദറാണ് പറഞ്ഞത്. മച്ചാനെ പാടിക്കും, മച്ചാനെ പാടാൻ പറ്റുമോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂൾ. ഞാൻ ആദ്യം ടെൻസ്ഡായി, കാരണം ഇത്രയും ഓർക്കസ്ട്രയും കാര്യങ്ങളും നിൽക്കുമ്പോൾ
പക്ഷെ ഇവരൊന്നും പുറത്ത് ശബ്ദം പുറപ്പെടുപ്പിക്കുന്നില്ല. ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇങ്ങനെ എന്തോ കാണിക്കുന്നത്. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സംഭവം ഇവരുണ്ടാക്കുന്നത്. അങ്ങനെ അത് പാടി, ദുൽഖറിനോടൊപ്പം അത് പാടി. അപ്പോൾ കുഴപ്പമില്ല മച്ചാനെന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഇവിടെയൊക്കെ ഷോ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാടും. ഇപ്പോൾ ദുൽഖറായിട്ട് പുറത്തു പോയപ്പോഴും നമ്മളതൊരു ശ്രമം നടത്തി എന്ന് പറയുള്ളൂ കേട്ടോ, പാടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ തന്നെ ഈ അന്യർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ പടത്തിൽ അത് ശരിക്കും പാടി ഞാൻ. ആണോ? ആ പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വിശ്വാസം ഉണ്ടോ, ആൾക്കാർ പറയുമെന്നറിയില്ല. അതിൽ പാടിയിരിക്കുന്ന കുട്ടി അസലെ ദുബായിലുള്ള ഒരു കുട്ടിയാണ്. അതൊരു ശരിക്കും ഒരു ട്രഡീഷണൽ ഫാമിലി എന്നാണ്. അതിനോടൊപ്പം ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ അത് കേൾക്കാം. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, മേജർ രവി സാറാണ് അത് എഴുതിയിരിക്കുന്നത്. വെടിയൊപ്പം ബഹളമൊന്നുമില്ല കേട്ടോ, ഇതൊരു ലവ് സ്റ്റോറിയാണ്. വയലൻസ് ഇല്ലല്ലോ, വയലൻസ് ഇല്ല, ഒൺലി ലവ്. ലവിനെ കുറിച്ച് മാത്രം പുള്ളി എഴുതിയിരിക്കുന്നത്. പുള്ളിക്ക് അതിനും പറ്റുന്നു തെളിയിച്ചിരിക്കാൻ. എനിക്ക് തോന്നുന്നു അത് അതിനെ മാറ്റി കൂട്ടണു. പക്ഷെ അത് ഇറങ്ങിയ ആൾക്കാർ കേട്ട് ഞാൻ എന്നെ വെടിവെക്കെ ഒന്ന് വെടിയുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? तुमसे अच्छियां लड़कियां मिली, करती थी वो तुमसे ज्यादा प्यार, प्यार 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 प्यार। देखा है तो मैंने कई बार सोचा है, क्यों मिलती हो तुम हर बार। देखो मैं प्यार कितना करती हूँ, तुमसे ज्यादा है जो मुझ पे मर्दी है। ആസ് ആൻ ആക്ടർ ചേർന്ന ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ആക്സന്റ് ഒക്കെ പിടിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് ഐ മീൻ കോമഡി സൂപ്പർ നൈറ്റിൽ വന്നിരുന്നല്ലോ, അപ്പൊ വിനയ നന്നായിട്ട് മിമിക് എനിക്ക് എനർജി കിട്ടുന്ന ചില ആൾക്കാരുണ്ട്, അവരോട് ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കും. എന്താന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ ചോര പിടിക്കുന്ന കൊതുകാണെന്നല്ല ഉദ്ദേശിച്ചത്. അതെന്താ പറയുക, നമുക്ക് കുറച്ച് വിവരമുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയും, അതിന് സമയം കളയാതെ. ഇത് ഞാൻ നിർത്തി പുകഴ്ത്തുന്നല്ല കേട്ടോ, ഇത്തിരി ക്വാളിറ്റിയും നോളജും സെൻസും ഉള്ള ഒരാളാണ്. അപ്പോൾ ഒന്ന് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ പോകാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്കാണ്. അപ്പം മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പടം നടക്കുമ്പോൾ ഞാൻ വിനയിനെ കേൾക്കുകയായിരുന്നു. കേട്ട് ചില ആൾക്കാരോട് ഇഷ്ടം തോന്നി കഴിയുമ്പോൾ അതെ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ, സലാമിക്കടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി, മമ്മൂക്ക എന്ന് പറഞ്ഞ ലെജൻഡിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ മൊത്തം സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു നേട്ടം നമ്മുടെ സൗഹൃദം തന്നെയായിരുന്നു എനിക്ക്. അതെ തീർച്ചയായിട്ടും കറക്റ്റ്. നല്ല മനുഷ്യരെ കണ്ടിടാൻ വലിയ പണിയാണ്. നല്ല മനുഷ്യരെ, കുറെ ആക്ടേഴ്സിനൊക്കെ നമുക്കറിയാം, പക്ഷെ നല്ല മനുഷ്യരെയും കൂടി കിട്ടണം. അതിൽ പെടുന്ന ഒരാളാണിത്. ഇദ്ദേഹത്തിന് കുറെ കാര്യം പഠിക്കാനും ഉണ്ടായിരുന്നു. എന്താണ് ആക്ടിങ്ങിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വിനയായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിൻ്റെ പറയാം, അത് ചേട്ടാ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കാര്യം എന്നുള്ള കറക്റ്റ് മനസ്സിലായാലും സെൻസിബിളായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കേട്ട് നമ്മളിലേക്ക് കയറി. ഇപ്പൊ ഈ മമ്മൂക്കനെയൊക്കെ അങ്ങനെയാണ് ഞാൻ അനുകരിച്ചത്. ഇഷ്ടപ്പെട്ട് അതിങ്ങനെ ശരീരത്തിൽ കയറി. ഞാനൊരു കാര്യം പറയട്ടെ, പരസ്പരം രണ്ടുപേരും നിങ്ങളുടെ വോയിസ് എനിക്കത് കേൾക്കണം. എന്റെ ഡിറ്റോ ആണ്. ചേട്ടനെ ഒന്ന് പറയാ. വേണ്ട, ഒരു കാര്യം ചെയ്യും, മോൾ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിക്കും, വിനയനെ ഇന്റർവ്യൂ. സോ വിനയ്, അപ്പം എങ്ങനെയുണ്ട് ഇപ്പം നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റുമായിട്ടുള്ള ഇപ്പം നമ്മുടെ ഒരു പുതിയ സീസണാണ്. ഹൗ ഡു യു ഫീൽ? എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷെ നിങ്ങളെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? മറ്റൊന്നുകൊണ്ടല്ല, ഈ ചെവിയിലൊക്കെ എന്താ തൂക്കിയിട്ടിരിക്കുന്നത്? ഇത് ഇയറിംഗ്സ് കണ്ടില്ലേ? എന്ത് രസം നോക്ക്, നല്ല ഷൈനിങ് അല്ലേ? ആ നല്ല ഷൈനിങ് ആണ്, പക്ഷെ ആള് ഷൈൻ ചെയ്യണം. കൈ ഇവിടെ കടന്നിട്ട് ഷൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ആള് ഷൈൻ ചെയ്യണ്ട, അതിനുള്ള ശ്രമമല്ല വേണ്ട നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ട് ആവുന്നു കാര്യമായിട്ട് പറഞ്ഞു. എന്തായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരേ വോയിസിൽ നിന്ന് സംസാരിച്ചല്ലേ? ഓക്കെ. വിനയ് നിങ്ങൾ വേറെ ആളാണ്, ഞങ്ങൾ എന്നെ ഇന്റർവ്യൂ, നിങ്ങൾ വേറെ ക്യാരക്ടറായി. ഞാനൊരു സിനിമയിൽ വിനയ് ഫോട്ടോ ആയിട്ട് അഭിനയിക്കുന്നു. സെയിം ക്യാരക്ടറാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെയിം വോയിസ് ആണ്. ചോദിച്ചു.
ചേട്ടാ നമ്മുടെ ഈ മംഗ്ലീഷില് സൗണ്ടൊക്കെ മാറ്റാൻ ശ്രമിക്കും. അതെ മംഗ്ലീഷില് മറ്റേ രവീന്ദ്രൻ ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ രവീന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് നോക്കി നിന്നില്ലെങ്കിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഡയലോഗ് വരെ അടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനാണ്. കാരണം ഈ സാധാരണ ബിസ്ക്കറ്റ് ചായക്കാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇതങ്ങനെയല്ല, നമ്മള് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പുള്ളി കയറി ഡയലോഗ് പറഞ്ഞോളും ചേട്ടാ. അപ്പൊ നമ്മുടെ ഉള്ള ആക്ടർ മരിച്ചു പോവല്ലേ. അപ്പൊ അതാണ് പ്രശ്നം. അത് മറ്റേ മംഗ്ലീഷിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പൊതുവെ ആളുകൾ നമ്മളോട് ചോദിക്കും ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രവീന്ദ്രൻ ചേട്ടനെ കണ്ടു. രവീന്ദ്രൻ ചേട്ടനെ കണ്ട് പുള്ളി ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ. അപ്പൊ ഞങ്ങള് ഒരു സോഫ, ഒരറ്റത്ത് ഞാൻ, ഒരറ്റത്ത് രവീന്ദ്രൻ ചേട്ടൻ. ടിനിച്ചേട്ടനാണെങ്കിൽ ഞാൻ തൊട്ടടുത്തിരുന്ന് തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് നമ്മളെ സംസാരിക്കുള്ളൂ. രവീന്ദ്രൻ ചേട്ടൻ ഇത്ര സീനിയർ അല്ലേ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കുന്നത്. അപ്പൊ രവീന്ദ്രൻ ചേട്ടൻ എന്തോ ചെറിയ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രൻ ചേട്ടൻ പറഞ്ഞു പ്രൊഡക്ഷനിൽ പറഞ്ഞിട്ട് 2 ബിസ്ക്കറ്റ്, 2 ബിസ്ക്കറ്റ് അല്ല 2 കൂട് ബിസ്ക്കറ്റ്, കാർട്ടൂൺ, അതെ, ബിസ്ക്കറ്റ്, പിന്നെ സൈഡിലൊരു 8-10 പഴം, പിന്നെ ഒരു 3-4 കപ്പലണ്ടി മിഠായിയുടെ വരെ ചെപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്. പേര് അസിഡിറ്റി എന്നാണ്. അതെ, ശരിക്കും ആക്രാന്തമാണ് പേര്. അപ്പൊ രവീന്ദ്രൻ ചേട്ടനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ എടാ എസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പഴയ ഡിസ്കോയുടെയും എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണ. അപ്പോൾ മമ്മൂക്ക അവിടെ മംഗ്ലീഷില് പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ജോസ് പ്രകാശ്, വാൽമീകി നായരൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സോഫയുടെ ഒരറ്റത്തും രവീന്ദ്രൻ ചേട്ടൻ ആ അറ്റത്തുമാണ്. അപ്പോൾ ഞാൻ ചേട്ടാ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കമൽഹാസൻ്റെ ഒപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് മമ്മൂക്ക അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനൊന്നും കഴിക്കുന്നില്ല, ഈ പുള്ളി ഇരുന്ന് കഴിക്കുന്നതും ചെയ്യുന്നുണ്ട്. മമ്മൂക്ക വന്നത് ഭയങ്കര ഡയറ്റ് കോൺഷ്യസും അങ്ങനെയൊക്കെ ആയിട്ട് മമ്മൂക്ക അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ രവീന്ദ്രൻ ചേട്ടനെ കണ്ടു. അപ്പോൾ ഇവർ ഭയങ്കര കമ്പനിയാണ്. നമുക്ക് മമ്മൂക്ക ദൈവം ഇരിക്കാം, പക്ഷെ ഇവർ കണ്ടംപററീസ് ആണല്ലോ. മമ്മൂക്ക തമാശയൊക്കെ ചോദിച്ചു, ഇവിടെ മനുഷ്യന് മമ്മൂക്ക് ഭയങ്കര ഡയറ്റാണല്ലോ, ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ല, നല്ല കേറ്റാണല്ലോ ഒറ്റയ്ക്ക് ഇരുന്നെന്ന്. ഒറ്റക്കോ? ഒറ്റക്കല്ല, അതായത് ഇവനും തിന്നുന്നുണ്ടെന്ന്. ഇത് 8ന്റെ പണി. അതായത് ആദ്യമായിട്ട് മമ്മൂക്കായിട്ടുള്ള ഒരു സാധനമാണ്. പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചേ എന്ത് പണിയാണ് രവീന്ദ്രൻ ചേട്ടാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോ, അല്ലെങ്കിൽ അവൻ ഓർക്കില്ല ഞാൻ ഒറ്റക്കാ തിന്നണേന്ന്. ഇവന്റെ തലയിൽ വെച്ച് കൊടുത്ത് ഇവന് ചിന്ത പേരുമായി. പിന്നെ നമുക്ക് വിളിച്ചിട്ടില്ല ഇവനെ. ഇത്രയും തിന്നണ ആൾക്കാരെ പുള്ളിക്ക് ഇഷ്ടമല്ലേ. ചേട്ടൻ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഗിറ്റാർ കുറച്ച് വായിക്കും. എല്ലാവരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നമ്മളെല്ലാ ദിവസവും പാട്ട് കേൾക്കാറില്ല. ഒരു ദിവസം പോലും ഇല്ല ദാസേട്ടന്റെ ശബ്ദം കേൾക്കാതെ കേരളം ഉണരാറില്ല, ഉറങ്ങാറില്ല. അപ്പോൾ എനിക്ക് സംഗീതോപകരണങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ ഓരോ നടന്മാർ വിളിച്ചിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ തബല കാണുമ്പോൾ തബലയില ബാലേന്ദ്രവൻ ഇരിപ്പുണ്ട്. ഒന്ന് എടുത്തേ പുറത്തേക്ക്. ആടാ കുട്ടാ, നിന്നെ എനിക്കിഷ്ടമായി. വേണ്ട. അതുപോലെ ഗിറ്റാറിൽ ഒരാൾ ഇരിപ്പുണ്ട്. എടുത്തേ, പപ്പു ചേട്ടൻ. വേണ്ടല്ലേ. അതുപോലെ റിതം ബോക്സിൽ ഒരാൾ, അത് ഫുഡ് ഡ്രമ്മിന്റെ എന്നിട്ട് അടിച്ചേ. നമസ്കാരം. അതുപോലെ തന്നെ ഈ ടൈമിംഗ് ഒന്ന് വെച്ച ടൈമിംഗ് ബാബു നമ്പൂരി. സത്യത്തിൽ നിന്നെ കണ്ടപ്പോ കണ്ടില്ല. പിന്നെ ആ ബെൽസ് കീബോർഡിൽ MG ശ്രീമർ. അപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിലും ഉണ്ട്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടൻ നല്ല പോലെ അല്ല, അതെ, നല്ല പോലെ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുമുണ്ട്, നല്ല പോലെ വെസ്റ്റേൺ ഗാനങ്ങളൊക്കെ പാടും. ജിം റീസിന്റെ ടൈപ്പ് വോയിസ് ഉള്ളതാണ്. അപ്പം നല്ല ഒരു വെസ്റ്റേൺ ഗാനം ഞങ്ങൾക്ക് വേണ്ടി. പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ്, ഞാനൊരു സിംഗറൊന്നും അല്ല. എനിക്കിഷ്ടമുള്ള പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, നമ്മൾ പാടുന്നു. പക്ഷെ ടിനിച്ചേട്ടൻ പാടുന്ന പോലെ നിങ്ങൾക്ക് മാത്രമേ പാടാൻ പറ്റൂ. അതെ, അത് ശരിയാണ്. എന്റെ പോലെ ദാസേട്ടനൊന്നും പാടാൻ പറ്റില്ല, കഷ്ടപ്പെടും. പറ്റില്ല, സീരിയസ്ലി. അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ കോൺഫിഡൻസിന്റെ ലെവൽ, അതാണ് ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ വന്നു തുടങ്ങി. പറ്റില്ല ചേട്ടൻ പറഞ്ഞ പോലെ പറ്റില്ല, ലാസ്റ്റ് തല്ലും, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ടൈറ്റിൽ സോങ് പാടിയത് വിനയാണ്. ആണ്. അല്ല, വിനയ്ക്കൊക്കെ പാടാൻ പറ്റും, പാടാനുള്ള ടൈമിംഗ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആങ്കറായിട്ട് വന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പോസ്റ്റ് ചെയ്താലും വെള്ളം പോലെ ഇരിക്കണം. ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസ്സിലായിരിക്കണം. ഹലോ ഇവിടെ ആർക്കോ പാടാൻ പറ്റൂന്ന് പറഞ്ഞു. പാടാൻ ആരോ പാടൂന്ന് പറഞ്ഞു. ചേട്ടൻ പാടും.
ഒന്നുമില്ല പോട്ടെ. ബാക്കി പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ഒരു ദിവസം ഇവിടെ മുസ്തഫ പാടിയായിരുന്നു. അന്ന് ഞങ്ങൾ മൂന്നുപേരും ഇറങ്ങി പോയതാണ്. പിന്നെ വന്ന് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ സൗണ്ട് ഉണ്ടാക്കി എന്താണ് എന്നും പറഞ്ഞിട്ട് അല്ല ചിരിച്ചതാണ്. ചിരിച്ചതാണോ? സംശയിച്ചു, ഞാൻ കൺഫ്യൂസ് ആയി. അത് നടന്നിലോട്ട് പോയാ ഇത് അന്ന് കഴിഞ്ഞ കാര്യമാണ്. അത് തന്നെ. അന്ന് കഴിഞ്ഞ കാര്യം അവിടെ അവസാനിച്ചു. അല്ല ഞങ്ങൾ തമ്മിൽ നേരത്തെ കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതല്ലേ ഒരു സംഗീതോപകരണം വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, മീൻ വിൽക്കാനിരിക്കുന്ന പോലെ. അപ്പൊ എന്തോരം ചേട്ടാ ബന്ധമുണ്ടെന്നുള്ള അത് നോക്കിയേ. അതിനുള്ള സമയമായില്ല. അല്ല, ആ ഗിറ്റാർ പിടിച്ചിരിക്കുന്ന ആള് ചെരവ് പിടിച്ച പോലത്തെ ഒരു ലുക്ക് ഇല്ലേ? ചെരവയൊക്കെ എത്ര മനോഹരമായിട്ട് പിടിക്കുന്നു. അയ്യോ, ഇതൊക്കെ മൺവെട്ടി. 23 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അറ്റത്തുള്ള ആൾക്ക് എന്താ പരിപാടി? എങ്ങനെ? എന്താ പരിപാടി? അല്ല, ഈ പുള്ളിയെ വയലും വായിക്കും എന്നാണ് ഈ പുള്ളി പറയുന്നത്. അതെ അതെ. അതെ, ഞാൻ വായിക്കുമല്ല, പാട്ട് വായിക്കാം. ആ പാടാം. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ബാക്കിംഗ് ഒന്ന് ചെയ്തു തരണേ. ഞങ്ങളെ കളിയാക്കിയത് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ടതല്ല. വരുന്നവരെല്ലാം വിനയ് പാടുന്നു എന്ന് പറയുന്നോണ്ട് എന്തോ ഒരു ഫീലിംഗ്. അതല്ലേ? ഇത് ക്രിസ്റിയ എന്നുള്ളൊരു ഗായകന്റെ പാട്ടാണ്. ആ, പക്ഷേ ഇതിന്റെ ടൈറ്റിൽ കൊള്ളൂല. ക്രിസ്തീയ ഗാനമാണ്. ക്രിസ്തീയ ഗാനമല്ല, ഈ റോഡ് ടു ഹെൽ എന്നാണ്. അതായത് നിങ്ങൾക്കുള്ളതാണ്, നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ഓ അത് ശരി. അപ്പൊ കൂടെ വരുന്നില്ലേ? പോകൂ, പോയി രക്ഷപ്പെടൂ. അല്ല നിങ്ങളും കൂടെ ഉണ്ടല്ലോ. വരും. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ പാരഡൈസ്. ഓ ഹലോ, കളിക്കരുത്. ഇന്ന് ഞാൻ ഒരാളല്ല, ആ ഞങ്ങൾ രണ്ടുപേരാണ്. ഓക്കെ ഓക്കെ. ഞാനെന്താ കൊട്ടേഷനാ തല്ലുണ്ടാക്കാൻ വന്നതല്ലോ. അവിടെ പരിപാടി വന്നിരിക്കുന്നത്. ഇന്ന് അധികം കളിക്കണ്ട, എന്നെ കാണിച്ചിട്ട് പെണ്ടികളെ കൊണ്ട് പറഞ്ഞ പോലെ. അതൊക്കെ ഓക്കെ. പാടാം. Stood still on a highway, I saw a woman by the side of the road, with the face that knew like my own. Well, she walked up to my car light, and she went down real slow. A fearful pressure paralyzed me in my shadow. She said, son, what are you doing here? My fear for you has turned me on in my grave. I said, Mama, come to the valley of the rich, myself to sell. She said, son, this is the road to hell. Well, I'm standing by the river, but the water doesn't flow. It boils with every poison you can think of. And I'm underneath the street light, the light of joy I know. Scared beyond belief, we're down in the shadows. And the bulwark of fear of violence chokes a smile on every face, and common sense is ringing out the bell. This ain't no technological breakdown. Oh no, this is the road to hell. And all the roads end up with crowded, and there's nothing you can do. The soil's bits of paper flying away from you. Oh look, take a good look, look who's down here. You must learn this lesson fast and learn it well. This ain't no upwardly mobile freeway. Oh no, this is the road. This is the road. This is the road to hell. Thank you. സാബു, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ വേദനയാണ് വരികൾ. പക്ഷേ രണ്ട് വരി തിരിയിട്ടും പാടിയത്. എന്താ തിരിച്ചേട്ടാ എന്നെ ഇടയ്ക്ക് രണ്ട് വരി പാടിയില്ലെന്ന് പറയണേ? അത് ഏത് വരി? അത് ഞാൻ പറഞ്ഞു കൊടുത്തേ. ഒന്ന് പറഞ്ഞോട്, ആ രണ്ട് വരി പറഞ്ഞോട്. താക്കോലുണ്ടോ? താക്കോല് അവിടെ കൈ കൊടുത്താൽ മതി. ആ വിഷയം വിട്ട് അത്
എന്തായാലും അവിടെ ഇരിക്കുന്ന ആളെ തേജ് മെർവിനിലെ തേജാണ് ഇരിക്കുന്നത്, മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള. നിങ്ങൾ എനിക്ക് വേണ്ടി വായിച്ചതിന്, കാരണം ഇത് നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കി അപ്പം തന്നെ വായിച്ചു. ഇപ്പോൾ വെസ്റ്റേൺ ആണെങ്കിൽ ഈസ്റ്റേൺ ഒരേപോലെ നിറഞ്ഞു വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് താങ്ക്സ് തേജ്. ഈ ഇംഗ്ലീഷ് പാടിയപ്പോൾ ഇങ്ങനെ പറക്കി അല്ല ഒരു സംഭവം, അത് ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു. അത് പുള്ളി ഇംഗ്ലീഷ് പാടും, പുള്ളി പാടും, സാധനം റോപ്പായിരിക്കും. പക്ഷെ അതിനകത്തുള്ള വരികള് ഭയങ്കര ഈ ഒഴുക്ക് പോലെ പോണേ, അത്ര അറിയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ പ്ലീസ്. ആ ശൈലി ഒന്ന് നോക്കൂ, അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ഓക്കെ സ്റ്റാർട്ട് മ്യൂസിക്. ഒന്നും പിടിയിട്ടില്ലല്ലോ, കുഴപ്പമില്ല. അല്ല, ഇത് ആഫ്രിക്കയിൽ പെടുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ പാട്ട് പോലെ തോന്നി എനിക്ക്. അല്ല, ഒന്നും മനസ്സിലായില്ലല്ലോ. അല്ല, ശ്രുതി കറക്റ്റ് ആയിട്ട് ചേർന്നില്ലേ? അതാണ് അതാണ് തേജബായുടെ കഴിവ്, ചേർക്കും പുള്ളി. പുള്ളിയുടെ കഴിവാ. പുള്ളി ചേർത്തിച്ച്. പോകുന്ന വഴിയെ പോയില്ലെങ്കിൽ പോണ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും നന്നായി. ആ ശ്രമം ഉണ്ടല്ലോ, അതെപ്പോഴും വേണം. ഈ ധൈര്യമാണ് നമ്മൾ പലയിടത്തും കയ്യടി കൊടുക്കൂ പ്ലീസ്. മെന്റൽ ഹോസ്പിറ്റലിൽ വരെ നമ്മൾ എത്തിക്കുന്നത്. വിനയേട്ടന്, ടിനിച്ചേട്ടൻ, എല്ലാവരും ആ ചേച്ചിയടക്കം നമ്മളെ ഫുൾ കമ്പനിയാണ്, എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തേക്കാം. ഒരു പേടി മഴയാണ്. അപ്പോൾ ഇത് നമ്മുടെ വിനയ് ചേട്ടൻ കൈ കൊടുത്തു, ഷെയ്ക്കൻ കൊടുത്തു. അതെന്റെ വരിയാ, പറഞ്ഞുതരാം. ഇത് ടിനിച്ചേട്ടൻ, പുള്ളിക്കാരൻ, പ്രിയ ചേച്ചി. മൂന്നുപേരും നമ്മുടെ കമ്പനിയാണ്. ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാരെന്ന് മനസ്സിലായില്ലേ? ഭാര്യ, എന്റെ ഭാര്യ, എന്റെ വൈഫ്, മേരെ പത്നി. ഞങ്ങൾ കല്യാണം കഴിച്ചു. ശിവ വിവാഹമൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായിരുന്നേ. ശിവ അല്ല, ശൈശവ വിവാഹം. എന്തിനു കുന്തോടല്ലേ? എന്താ? അല്ല, ഈ കല്യാണം കഴിക്കാൻ എത്ര വയസ്സ്? ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 11 വയസ്സ്. ചേട്ടന് കല്യാണം കഴിഞ്ഞോ? ഞാൻ കല്യാണം കഴിച്ചാണ്. എത്ര വയസ്സില്? 27 വയസ്സിൽ. 27 വയസ്സ്. 27ഉം 11ഉം 16 വർഷം വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. നമ്മള് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമുള്ളൂ, അത് നമ്മൾ എൻജോയ് ചെയ്യണം, ഫുൾ എൻജോയ് ചെയ്യണം. വിനയേട്ടാ, കൈ വിടരുതേട്ടാ. എടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ കല്യാണം കഴിഞ്ഞു. നിന്റെ വീട്ടുകാർക്ക് അറിയോ നീ ചെയ്ത കാര്യം? വീട്ടുകാരടുത്തൊന്നും പോയി പറയല്ലേ. അപ്പ എന്റെ പൊന്നെ, അവിടെ ഒരു തള്ള ഉണ്ട്, എന്റെ തള്ള. ഇവിടെ കണ്ടാലേ അവളെ അമ്മായിയമ്മ പോലെ എടുക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പ്രേമമായിരുന്നു ഈ പ്രായത്തില്? ഞാൻ ഇവിടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലോട്ടും ഇവൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലോട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും എന്ന്. അതുപോലെ നടന്നു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾ വളർന്നു വലുതായി കല്യാണം കഴിക്കുന്ന പ്രായമാകുമ്പോൾ ഞങ്ങൾ തന്നെ നിങ്ങളെ കല്യാണം നടത്തി തരും. ഞാൻ നിന്റെ അമ്മേനെ വിളിക്കാം, അമ്മ അല്ല വീട്ടുകാരെ വിളിക്കാം. ചേട്ടാ അങ്ങനെ പറയില്ല, ഞാൻ ഭയങ്കര ബൂസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ കൈ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ
ഞങ്ങള് എവിടെ പോകും പിന്നെ ഞങ്ങള്? അല്ല എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഇപ്പോ 2 മാസം വെക്കേഷൻ ആയിരുന്നില്ലേ, അതിന്റെ ഇടയിൽ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പ്രേമിക്കാൻ സാധിച്ചു? ഞാൻ വേറൊരു ബുദ്ധിയും കൂടി ചെയ്തിട്ടുണ്ട്. ഇവളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തെന്ന് വിനയ് ചേട്ടന്റെ പേരും പറഞ്ഞു. എന്നിട്ട് പ്രൊഫൈൽ പിക്ചർ ഞാൻ ചേട്ടന്റെ ഫോട്ടോ ആണ് വെച്ചത്. അപ്പൊ പിന്നെ ആർക്കും ഡൗട്ട് അടിക്കത്തില്ലല്ലോ വീട്ടുകാർക്ക്. ആരാ വിളിക്കുന്നത്? വിനയേട്ടൻ വിളിക്കാണ്. അപ്പൊ സിമ്പിളും പവർഫുൾ ആയിരിക്കും. സിമ്പിൾ പവർഫുൾ. അതെ അതെ. അപ്പൊ രാത്രി 12 മണി മുതൽ 2 മണി വരെയൊക്കെ എന്തോരം വിളിച്ചിട്ടുണ്ടെന്നറിയോ? ആണോ? 12 മണി വരെയോ? വിളിക്കുമായിരിക്കും. ഞാൻ 8 കിടക്കും. അയ്യോ അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇരിക്കൂ കേട്ടോ, ഇവിടെ ഉള്ളടത്ത് ഇരിക്കൂ. മോളെ, മോൾക്ക് ഇഷ്ടമാണോ സൂരജിനെ? ഇഷ്ടാണോ? എത്ര ഇഷ്ടമാണ്? ഞാൻ ജീവിക്കുവാണെങ്കിലും ചേട്ടന്റെ കൂടെ, മരിക്കുവാണെങ്കിലും ചേട്ടന്റെ എന്താണ് പുഴയുണ്ടല്ലോ. ഏത് പുഴ? ഇരുവഴിഞ്ഞിപ്പുഴ. അത് ആ പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ഈ സോന ഈ സൂരജിനുള്ള. ഇത് സൂരജിന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഒരു കാര്യം ശരി, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ വീട്ടുകാരെ വിളിക്കാം. അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ പ്രണയം അത്ര ആത്മാർത്ഥമാണ്. കാഞ്ചനമാലയും മൊയ്തീനും പോലെ, നളനും ദമയന്തിയും പോലെ, ഷാജഹാനും മുംതാസും പോലെ. അതിന് ചെറിയൊരു മാറ്റമുണ്ട്. എന്താണ്? മുംതാസ് അല്ല, അവിടെ ഉമ്മുകുൽസ. അവിടെ ഉമ്മുകുൽസ. എന്താടോ ഷാജഹാനും മുംതാസ് അല്ലേ താജ്മഹല്? അതെന്താറിയോ, ഞങ്ങളുടെ നാട്ടിലെ ഷാജഹാൻ കെട്ടിയിരിക്കുന്നത് ഉമ്മുകുൽസുവിനാ, അല്ലാതെ മുംതാസിനെ അല്ല. അപ്പൊ പിന്നെ മാത്രല്ല, ഇവള് മരിച്ചു പോയാൽ എനിക്ക് താജ്മഹലൊന്നും പണിയാൻ പറ്റത്തില്ല. അയ്യോ പാവപ്പെട്ടൻ. പാവപ്പെട്ടനല്ലേ, കഞ്ഞി കുടിച്ചു പോകും. തിരിച്ചേട്ടാ, എന്തായാലും കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് ശരീരത്ത് കിടപ്പുണ്ടല്ലേ? പ്ലാവിലല്ലേ കഴുത്തില്? അതെ. കഞ്ഞി കുടിച്ച് പോയിക്കോളും. നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ, തൽക്കാലം നമുക്ക് ഈ ഷോ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. തൽക്കാലം അവിടെ വല്ലയിടത്തും പോയി ഇരിക്കും. ഈ ഷോ ഒന്ന് തീർന്നിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാക്കും കേട്ടോ. പക്ഷേ തീർത്തരാന്ന് പറഞ്ഞിട്ട് വേറെ പണി എങ്ങനെ ഒപ്പിച്ചാണ്ടല്ലോ. ഓഹോ, ഇവിടെ കൊണ്ടേ ഞാൻ പിടിച്ചു പോ. പരിഹാരം കാണാൻ നടക്കണം. പലഹാരം തിന്നണ്ട പ്രായം. കൈ ചേർത്ത് കെട്ടിക്കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ എനിക്ക് സൂക്ഷിച്ചു പോകാനും അറിയാട്ടോ. കൈ ചേർത്ത് പിടിച്ച് നടടാ. അങ്ങനെ അയ്യോ പറഞ്ഞ അതുപോലെ ചെയ്യും. ഇവിടെ ഇരുന്നോ. അല്ല, നിനക്കത് ചൈനയിലെ വന്മതിലാ. ചേട്ടൻ്റെ സിനിമാ വിശേഷം അറിഞ്ഞു. പിന്നെ ചേട്ടൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടി. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഒരു ഗെയിമിനുള്ള ടൈം ആയിട്ടുണ്ട്. എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം എന്താണ്? ഡംഷറാട്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഡംഷറാട്സ് സാധാരണ നമ്മൾ കളിക്കുന്ന സംഭവമാണ്. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? സിനിമാ പേര് വെച്ചിട്ടാണല്ലോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റിയുടെ മുഖം, ഒരു മാസ്ക് ഉണ്ട് നമ്മുടെ കയ്യില്, അത് വെച്ചിട്ടാണ്. അത് ആ ഒരു തരത്തിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വിനയ് എടുക്കുന്നു. ടിനിച്ചേട്ടൻ അത് അഭിനയിച്ച് കാണിക്കണം. വിനയ്ക്ക് അഭിനയിച്ച് കാണിക്കണം. ഓക്കെ, ക്യാമറ, സിനിമ. പൊക്കം കുറഞ്ഞിട്ടൊരാളാണ്, നല്ല വയറാണ്. ആരാണോ എന്തോ വയറും വെച്ച ഒരാള് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണോ? എടവേള ബാബു. വയറുള്ള സിക്സ് പാക്ക് ഉള്ള ഒരാളുള്ളൂ ലോകത്തിൽ. ടിനിച്ചേട്ടൻ എടുക്കുന്നു, വിനയ് അത് അഭിനയിച്ച് കാണിക്കുന്നു. ഓക്കെ, എന്നെ കൂടെ കാണിക്കേ, ഞാൻ കാണട്ടെ. ക്രിക്കറ്റ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 2 ഫിഗേഴ്സ് ആയി. പവർഫുൾ അല്ലേ? പക്ഷേ അതെ, ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ അവസാനം കണ്ട ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രിക്കറ്റിന്റെ ദൈവമാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിനെ നമ്മൾ കണ്ണടച്ച് വിളിച്ചു കഴിഞ്ഞാൽ ദൈവം എന്തെങ്കിലും അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ചു തരും അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? Sachin Tendulkar gets a standing ovation as he arrives at the crease. Could be for the last time in a Test match. Oh, he hit this one high.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രിയ ഒരു കമന്റേറ്റർ കൂടെയാണ്. ആണ്. അപ്പൊ അതെ, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ള സ്ഥിതിക്ക് പ്രിയ ഒരു കമന്റ് പറയൂ, എങ്ങനെ ഉണ്ടാവും നോക്കാം. തീർച്ചയായിട്ടും. Hello everyone, welcome back. It's a heated game here. India versus England. So India has won the toss and elected to bat first, and Sachin is coming into the crease right now. Oh my goodness, look at Gucci. Can you hear the crowd's noise? Oh my goodness, Sachin is going to bat now. കമന്ററിയും കഴിഞ്ഞു. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് പല പരിപാടികളിലും ചേട്ടൻ ഭയങ്കര രസമായിട്ട് സച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? സച്ചിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല, ഒരിക്കലും ഒരാളും ഇല്ല. ഒരു ട്രോള് പോലും ഇടാൻ പേടിയാണ് അല്ലേ? ശരിക്കും സച്ചിന് എന്തെങ്കിലും ട്രോൾ ഇട്ട് കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവുന്ന ഒരു പേടിയാണ്. അത്രക്ക് അങ്ങനെ ഒരാൾ ഉണ്ടാവുക, അതായത് നല്ലൊരു പ്ലെയർ മാത്രമല്ല നല്ലൊരു മനുഷ്യനും കൂടിയാണ്. പുള്ളിയുടെ ബുക്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എളിമ തോന്നും അല്ലേ? ഇത്രയും അപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു. അപ്പോൾ ഈ ഫെയർവെൽ സ്പീച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതൊരു 20 minutes ഉണ്ട്. ഞാനത് 20 seconds ആയിട്ട് ചുരുക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. My life between 22 yards and 24 years. It's hard to believe that the wonderful journey has come to an end. But I take this opportunity to thank the people who played an important role in my life. My father, he told me, chase your dreams, but make sure you don't find shortcuts. Times run rather quickly, but the memories will remember forever. Especially Sachin. It will be remembered my years forever till I stop breathing. Goodbye all. Superb. എന്തായാലും ആ ഒരു നിഴലാവാൻ പോലും നമുക്ക് കഴിയില്ല. പക്ഷെ ആ ഒരു ഷേപ്പ് കിട്ടിയത് നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കുക. എന്റെ കാലം തുറണ്ട, ഞാനാണ് ഇവിടെ തുറന്നത്. അത് മാത്രമല്ല, മറ്റേ ടിനിച്ചേട്ടൻ ആ ലൈൻസ് പറഞ്ഞപ്പോ ഇദ്ദേഹം കറക്റ്റായിട്ട് ലിപ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. ആണല്ലേ? അതെ, സച്ചിനാണ്. സ്റ്റേജിൽ ഞാൻ ഈ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ സ്ഥലം എവിടെയാണ് ശരിക്കും? ശ്രീകാര്യം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സച്ചിനാണ്. എന്താ ഇതെന്നൊക്കെ ചോദിക്കുവോ? ഇല്ല, അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പൊ എന്താണ് സ്റ്റേജിൽ എന്താ ചെയ്യണത് സാധാരണ? സ്റ്റേജിൽ റെക്കോർഡിംഗ് വോയിസ് ആണ്. അപ്പൊ ഞാൻ ഇതിനാ ലിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കുറച്ച് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം സച്ചിൻ വരുമ്പോൾ പോയി കാണാനുള്ള ശ്രമം നടത്തുക കേട്ടോ. ഞാൻ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. കാര്യവട്ടം ട്രിവാൻഡ്രത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഞാൻ വിചാരിച്ചു പാടത്തെ കളിക്കാരെന്ന് വിചാരിച്ചിട്ട്. ഉടനെ IPL ഒക്കെ അവിടെ വരുന്നുണ്ട്. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ സച്ചിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഉണ്ടാവട്ടെ. അയ്യോ ചേച്ചി, എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് നേരത്തെ വന്ന് പോയതാണല്ലോ, വീണ്ടും വരാൻ പറഞ്ഞുകൊണ്ട് വന്നാ. ഇവരുടെ കുട്ടികളാണ്. എന്റെ മോനെ കാണാനില്ല സാറേ. സൂരജാണോ? സോന എന്റെ മോള്. അശ്വ അറിഞ്ഞില്ല? അപ്പൊ നിങ്ങള് അറിഞ്ഞില്ല ഇത്? അവർക്കെന്താ എന്താ പറയാഞ്ഞത്? അല്ല, അവര് തമ്മില് ഒന്നും പറ്റിയിട്ടില്ല. പറയട്ടെ, ഇത് എന്താ കാര്യം പറയട്ടെ. ഒന്നും സംഭവിച്ചിട്ടില്ല. അവര് കല്യാണം കഴിച്ച്. അവര് തമ്മിൽ കല്യാണം കഴിച്ചു. ഇവിടെ വന്നിട്ട് ഒരുമിച്ച് കുങ്കുമൊക്കെ തൊട്ട് ഒരുമിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ 11 വയസ്സുള്ള പിള്ളേരാ. എന്തിനാ കാലഘട്ടമല്ല എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സൂക്ഷിക്കണം വരുന്നത്. നിങ്ങളെ അച്ഛനമ്മമാരുടെ പ്രശ്നമാണ് മക്കൾ വഴിതെറ്റി പോകുന്നത്. എനിക്ക് ഒരേ ഒരു മോളുള്ളു. അവള് ഭാര്യ മരിച്ചിട്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടിയാ ജീവിക്കണത്. അവൾക്കൊരു കുറവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു കുറവുണ്ടാക്കിയിട്ടില്ല. ഒരു കുറവില്ല. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, ഉടുപ്പിന് ഉടുപ്പ്, ബാഗിന് ബാഗ്, എല്ലാ സൗകര്യം ഒപ്പിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ വരെ. അല്ല, അവളുടെ അമ്മയുണ്ടോ? അമ്മയില്ലാത്ത കൊച്ചല്ലേ. അതിന് പറഞ്ഞ മൊബൈൽ ഫോൺ വരെ വാങ്ങിച്ചു കൊടുത്തത്. അറിയോ? ഈ അമ്മയ്ക്ക് പകരമാവും മൊബൈല്. അല്ല, അമ്മയ്ക്ക് പകരം മൊബൈൽ ഫോൺ ആവൂല. പക്ഷെ എനിക്ക് എന്റെ മോളൊന്ന് വിളിക്കുന്നുണ്ടെങ്കിലോ എന്റെ മോൾക്ക് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമല്ല. ടിനി മേടിച്ചു കൊടുത്ത്. എന്ത് മൊബൈൽ മേടിച്ചു? ഗാലക്സി J7. നിങ്ങളുടെ മൊബൈൽ ഉണ്ടോ? കാണിച്ചേ. പേരൊന്നും അറിയാൻ പാടില്ല. ചൈനയുടെ സെറ്റ് ആണല്ലേ? ക്യാമറ പോലും ഇല്ല. എടാ, ഇത്രയും റബ്ബർ ബാൻഡ് മറ്റേ മോളി ചേച്ചിയുടെ തലയിൽ പോലും ഇല്ലല്ലോ. എന്തോരോ കെട്ടിയിട്ടേക്കുന്നത്. പൊട്ടിയതാണ്. എന്നിട്ട് അവൾക്ക് മേടിച്ചു കൊടുത്തത് ഗാലക്സി J7. അതെന്തിനാ അതൊക്കെ മേടിച്ചു കൊടുത്തത്? അത് അത്യാവശ്യം ഒരു 32 GB മെമ്മറി കാർഡ് ഉപയോഗിക്കാം. നല്ല റാം ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്, എല്ലാം സെൻഡ് ചെയ്യാൻ സെറ്റപ്പ് ഉണ്ട്. അമ്മയില്ലാത്ത കൊച്ചിനാണ് കേശവൻ മേടിച്ചു കൊടുത്തേക്കുന്നത്. നന്നായിരുന്നു. ഞങ്ങളുടെ മക്കളെന്തിയേ? അത് പറ ആദ്യം.
ഞങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടോളാൻ വയ്യ. കൊച്ചെവിടെ? ഞങ്ങൾ കൊച്ചിനെ തന്നാ മതി, ഞങ്ങൾ നോക്കട്ടെ. എന്റെ മോനെവിടെ? എവിടെ? അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ചൂണ്ടുന്നതിന് ഞങ്ങൾ എന്താ പിടിച്ചു വെച്ചേക്കുന്ന? ഇങ്ങോട്ട് വന്നു പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആ സെക്യൂരിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു ഇവിടെ മക്കളോട് എത്തിയിട്ടുണ്ട്, ഇവിടെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. സൂരജേ, സോനെ അവിടെ ഒളിപ്പിച്ചിരുത്തിയൊക്കെയല്ലേ? നമ്മൾ ഒളിപ്പിച്ചിരുത്തണല്ല, ഒരു ഷൂവിന്റെ ഇടയിൽ പോയി എന്നാലും അവരെ കാണാൻ പറ്റില്ല. അവർ ഒളിച്ചിരിക്കണതല്ല, അവിടെ ഇരിക്കണതാണ് അവര്, പക്ഷെ കാണില്ല അവര്. എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. എന്തായി കാണുന്നത്? അപ്പൊ അവരെന്ത് പറയുന്നു? സ്ട്രോങ് ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യത്തില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ബഹളം വെക്കല്ലേ? മോളെ, ഇതാണ് എന്റെ അമ്മ. ഇതാണ് എന്റെ അമ്മായിയമ്മ. ഞാൻ ഈ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കൂട്ടുകാരുടെ മുഖത്ത് നോക്കാം. എന്റെ മോന്തൊക്കെ എന്തോ ചാണാൻ തേച്ച് വെച്ചേക്കാമോ? അതായിരുന്നു ഇതിലും ഭേദം. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ എങ്ങനെ ഇവിടെ എങ്ങനെ എന്റെ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നാ മുട്ടയ്ക്ക് വരെ പുല്ലിനെ പുടിക്കട്ടെ. അമ്മായിയമ്മ പോലും തുടങ്ങില്ല. എന്താ ഞാൻ വീട്ടിൽ കൊണ്ടുപോകത്തെ? ഇവിടെ ഇങ്ങനെ വീട്ടിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിർത്തടാ. ഇനി മേലങ്ങനെ എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം കാര്യമൊന്നുമില്ല. എന്റെ കൊച്ചിനെ കയ്യും കണ്ണും കാണിച്ചല്ലേ ഇവിടെ വളച്ചെടുത്തത്? എന്റെ കൊച്ചിനെ കണ്ണും കണ്ണും കാണിച്ചല്ലേ ഇവൻ വളച്ചെടുത്തത്? ഏത് നേരം നോക്കിയാൽ ഈ കൊച്ചിന്റെ പുറകെ അറിയോ? നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന അറിയാമോ? ആ കരയല്ലേ, സമാധാനം ഉണ്ടാക്കാം. തന്തയില്ലാതെ വളർന്ന കുഞ്ഞ. എങ്ങനെ അമ്മയില്ലാത്ത കൊച്ച അറിയോ? അതെനിക്കറിയായിരുന്നു അങ്ങനെ. അതെ പെങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവനാണെങ്കിൽ തന്തയില്ല, ഈ കൊച്ചിനാണെങ്കിൽ അമ്മയില്ല. നമ്മൾ ഈ ആങ്ങളെയും പെങ്ങളും വിളി നിർത്തിയിട്ട് നമുക്കൊരു തീരുമാനത്തെത്തി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആവശ്യം പറയരുത് സാറേ. നിങ്ങൾ നിൽക്കുന്നവർക്ക് അങ്ങനെ എന്റെ ബാലേട്ട ഇട്ടിട്ട് പോയിട്ട് ഇന്നവരെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു സാറേ. എന്ത് ചിന്ത? കേട്ടോ, ഈ കല്യാണം എന്ന് പറയുന്ന ചിന്ത എന്റെ മനസ്സിൽ ഇല്ലായിരുന്നു. എന്റെ പൊട്ട മനസ്സിൽ തോന്നിയത് മണി തിരിച്ചെടുത്തോളാം. തിരിച്ചെടുക്കാൻ ആര് പറഞ്ഞടാ? ഞാൻ തിരിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു സാറേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചെടുക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇവർക്ക് അച്ഛനും അമ്മയും ആകുന്നു. എങ്ങനെയുണ്ട്? അതെ, നല്ല കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മോൻ പരിപാടി കാണിച്ചോണ്ടല്ലോ. ഇതുവരെ എന്റെ ഒപ്പം നിന്നിട്ട് ഒക്കെ ശരിയാക്കും. അല്ല, നിനക്ക് അമ്മയില്ല, നിനക്കൊരു അമ്മയെ കിട്ടി. അതെ, അവക്കാണെങ്കിൽ അച്ഛനില്ല, ഒരു അച്ഛനെ കിട്ടി. ആർക്കമ്മയില്ലെന്നാ സാറേ പറഞ്ഞത്? അല്ല ഇവൻ അമ്മയുണ്ടെന്ന്. അമ്മയില്ല ഞാന്. ഈ സൂരജിന് അമ്മയുണ്ട്, അച്ഛനില്ല. ഓ അങ്ങനെയാണ്. ആ കുട്ടിക്ക് അച്ഛനുണ്ട്, അമ്മയില്ല. ശരി ശരി, ഇതൊരു സൊല്യൂഷൻ അല്ലേ? അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്. എന്താണ് എന്താ കാര്യം? എനിക്ക് കഴിയില്ല. എനിക്ക് ചേട്ടനെ മതി. നിനക്കൊല്ലം പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുണ്ട്? ഇവിടെ ഞാൻ പൊന്നു പോലെ നോക്കും. എന്റെ മോളുടെ പുറകെ നിങ്ങളുടെ മോൻ വന്നാൽ എന്റെ സ്വഭാവം മാറും. നമുക്ക് കാണാം. മാറിപ്പോയല്ലേ? എനിക്ക് ജീവനാണ് നിങ്ങൾക്ക് തരില്ല എന്റെ മോളാ. നമുക്ക് കാണാളാ. ഇവിടുത്തെ കൈക്ക് കടിക്കുവാ പട്ടി. സാധാരണ നമ്മളെപ്പോഴും മറ്റേ ഇവിടെ വരുന്ന ഗസ്റ്റുകളോട് പറയാറുണ്ട്, ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ലൈക്ക് മനസ്സിൽ നിന്ന് പറയുന്നു, ചേട്ടാ വന്നതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി ഇവിടെ വന്നതിൽ. അല്ല, ഞാനും എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്യുന്ന സ്ഥലത്തേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ എത്ര വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഊരിപ്പോരും. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വരുന്നത്. എത്രയോ ഷോസ്, എത്രയോ ചാനലിൽ നടക്കുന്നത്. നമ്മളങ്ങനെ സ്ഥിരം എല്ലായിടത്തും പോയി കയറാറില്ല. പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കര ബന്ധമുള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, ഇത്രയും പ്രോഗ്രാംസ്, ഇത്രയും ചാനൽ നടന്നിട്ട് ഇതിന് ബെസ്റ്റ് പ്രോഗ്രാമായിട്ട് അത് ഗവൺമെന്റിന്റെ ഏതും ക്ലബ്ബല്ല, ക്ലബ്ബോ ചാനൽസിനോ വേണമെങ്കിൽ അവാർഡ് ഫിക്സ് ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. അത് തുടങ്ങിയ ഫസ്റ്റ് വർഷം തന്നെ ഫസ്റ്റ്
സീസണിൽ തന്നെ കിട്ടി, സെക്കൻഡ് ആയിരുന്നല്ല. അപ്പോൾ അത് ഇപ്പോൾ വിനയുടെ കയ്യിൽ ഭദ്രമാണ്. തീർച്ചയായിട്ടും നല്ല. അതുപോലെ തന്നെ പ്രിയ രണ്ടുപേരും സിനിമയിലുള്ള ആൾക്കാരാണ്. ഞാൻ എല്ലായിടത്തും ഉള്ള ആളാണ്. അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും സിനിമയിലും ടി വിയിലും എവിടെയാണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും എൻജോയിങ് തുടരട്ടെ. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ വീണ്ടും കാണും ഒരു തകർപ്പൻ എപ്പിസോഡുമായി. Until then, goodbye.